ഈ 2 കുഞ്ഞുങ്ങളെടുത്തിട്ട് വീട്ടുമുറ്റത്തെ കിണറ്റിൻ്റെ മീതെ ഇതിങ്ങനെ പിടിച്ചു. നീ സമ്മതിച്ചാൽ മാത്രമാണ് ഞാൻ ഇതിനെ വിട്ടുവരുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ കയറ്റിയെടുത്തു എന്ന് പറഞ്ഞു. അവളുടെ ഉപ്പ എന്നോട് വന്നിട്ട് പറയാം, സാർ ഒരു കാര്യം കൂടി സാറ് കാണണം, ചുമരിൽ നിറയെ ചോന്ന ഇതുകൾ ഉണ്ട്, ഇതെന്താ സാറിന് മനസ്സിലായോ? എൻ്റെ മകളെ ചുമരിനോട് ചേർത്ത് നിർത്തിയിട്ട് തലേന്ന് ഇടിച്ചിട്ട് തലയൊട്ടി മുകളിൽ നിന്ന് ചോര വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇതെന്തിനു വേണ്ടി സാർ ഇതൊക്കെ ചെയ്യണമെന്നറിയോ? അവന് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി മാത്രം. സാർ, ഈ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ പോലും അതൊരു കൊലപാതകം പോലുള്ള ഒരു വലിയ ദുരന്തത്തിലാണ് കലാശിക്കുക. ഈ വർഷം തന്നെ തിരുവനന്തപുരത്ത് ഒരു കൊലപാതകം ഉണ്ടായതിന് പിന്നാലെ തുടർച്ചയായിട്ട് ഇപ്പോൾ തൃശ്ശൂർ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാറ് അന്വേഷിച്ചൊരു പ്രമാദമായിട്ടുള്ളൊരു കേസുണ്ട്. അപ്പോൾ ആ കേസിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാം. ഇപ്പോഴത്തെ ഭാര്യ സംശയം, അവർക്ക് ഒരു പൊസസീവ്നെസ് കൊണ്ടൊക്കെ ആളുകളെ കൊല്ലുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ ജസ്റ്റ് മുഴുവൻ മൊബൈലായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൾ വേറെ ആരോടും മിണ്ടാൻ പാടില്ല. അവളുടെ ഫോൺ ഒരു കാരണവശാലും വേറെ ഓൺലൈനിൽ കാണാൻ പാടില്ല. ഓൺലൈനിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ചോദിക്കും, ഇപ്പോൾ എന്നോട് ആരാ സംസാരിച്ചത്? അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഇടാക്കി. ഇങ്ങനെ തുടങ്ങി കുറേ കഴിയുമ്പോൾ അവളത് ബ്ലോക്ക് ചെയ്യും, ഇവൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്യും. അത് തുടങ്ങിയപ്പോൾ കേരള പോലീസ് അക്കാദമിയിൽ തന്നെ ഒരു ട്രെയിനിയും ഒരു അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടറൊക്കെ ആലപ്പുഴയിലുണ്ടായ സംഭവമാണ്. അവിടെ കൂടി പെട്രോൾ ഒഴിച്ച് എത്തിക്കലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് മൊബൈലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ആ ഒരു പൊസസീവ്നെസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതിലൊരു മദ്യവും മയക്കുമരുന്നും. ഇപ്പോൾ ഡ്രഗ്സൊക്കെ ഒരു നിശ്ചിത വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലൈംഗിക ശേഷി തന്നെ പോവും. പല യുവാക്കൾക്ക് പോലും അറിയില്ല. എന്നേക്കായിട്ട് അവരുടെ ലൈംഗിക ശക്തി നഷ്ടപ്പെടും, സെക്ഷൽ പവർ പോവും ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ MDMA പോലുള്ളതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കഴിയും. അതുപോലെ തന്നെയാണ് മദ്യവും ഒരു പരിധി വിട്ട് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, അതിന് കൂടുതൽ ലഹരി വന്നു കഴിഞ്ഞാൽ, ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിന് ഒരുപാട് സമയമെടുക്കും. അത് 3 മിനിറ്റ് 5 മിനിറ്റ് എന്നുള്ളതൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. എന്നാൽ പോലും ഇയാൾക്ക് ഒരു ഫീല് വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഇജാക്കുലേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഉണ്ടാകാതെ വരുമ്പോൾ ഇവൾ വേദന കൊണ്ട് കുറേ കഴിയുമ്പോൾ അവൾ പൊളയുമ്പോൾ അവളെ എണീക്കാനും ഇവളെ തള്ളാനും തുടങ്ങിയാലും ബലമായിട്ട് ചേർത്ത് പിടിച്ച് ആ പ്രോസസ്സ് ഇങ്ങനെ ചെയ്യുന്ന പോലെ പോകും. അപ്പോൾ അത് 1 2 പ്രാവശ്യം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇയാളെ കാണുന്നത് തന്നെ ഇവർക്കൊരു ഫ്രിജിഡിറ്റിയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ പിന്നെ ചെയ്താൽ തന്നെ ഇവൾ പേടിച്ചിട്ട് ഇത് പ്രോസസ്സ് സക്സസ്ഫുൾ ആവില്ല. ഈ ഫ്രിജിഡിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് വരും, ഒരു ലൂബ്രിക്കേഷനോ മറ്റൊന്നും ഇല്ലാണ്ട്. അപ്പോൾ അവൾക്ക് അതിനേക്കാളും ഭയങ്കര വേദനയാവും. ഇങ്ങനത്തെ ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് ഭർത്താവ്, ഭാര്യ, 2 പിള്ളേർ. ഭർത്താവിന് അമരവിള ചെക്ക് പോസ്റ്റിൽ ഒരു ഗുണ്ടാ പിരിവ് നടത്തുന്ന, അത്യാവശ്യം നല്ലോണം കാശ് കിട്ടും. അവൻ ഭയങ്കര സ്റ്റൗട്ടാണ്, അധികം ഹൈറ്റൊന്നുമില്ല, ഒരു കുറ്റിയാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ. അവനിതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഭാര്യയുടെ അടുത്ത് ഇതേപോലെ ഭാര്യ നിവൃത്തിയില്ലാണ്ടായപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ അപ്പുറത്ത് കിടന്നുറങ്ങുന്നത്, ആ മക്കളെ ഇടയിൽ പോയി കിടന്ന് ഉറങ്ങും, അവിടെ വന്ന് ചെയ്യാണ്ടിരിക്കാൻ. അവിടെ നിന്ന് ബലമായിട്ട് പൊക്കിയെടുത്തിട്ട്, അവൾ ലീനായിട്ടുള്ള പെണ്ണ, അവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ. അപ്പോൾ കുറേ ആയപ്പോൾ പിന്നെ ഇവൾ വീട്ടിൽ പറഞ്ഞു, അവളെ വാപ്പേനെയും ഉമ്മേനെയൊക്കെ പറഞ്ഞു, നാട്ടുകാർ ഇടപെട്ടു. പക്ഷേ നാട്ടുകാരോട് ഇത് പറയാൻ പറ്റില്ല, ഇയാൾ കള്ളുപിടിച്ച് വേറുണ്ടാക്കുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് പല കുടുംബത്തിൻ്റെ അവസ്ഥ. അവിടെ കുടുംബ പ്രശ്നമാണെന്ന് പറയുള്ളൂ, ഇത് പറയാൻ പറ്റില്ല ആൾക്കാരോട്. അപ്പോൾ വാപ്പയും ഉമ്മയും വന്ന് അവിടെ കിടക്കാൻ തുടങ്ങി. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈരാഗ്യമായി. അപ്പോൾ ഇവൻ്റെ ഇത് മുഴുവനും ഇവൾക്ക് വേറെ ആരോ ഉണ്ട്, അതുകൊണ്ടാണ് അവളെ എന്നെ അടുപ്പിക്കാത്തത്, അതാണ് ധാരണ. പിന്നെ ഇവൻ രാത്രി വന്നാലല്ലേ ഈ തയ്യാറെടുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. പകൽ വരാൻ തുടങ്ങി. പകൽ വന്നിട്ട് ഇവളെ വീടിന് ചുറ്റിട്ട് ഓടിക്കുകയാണ്, ഈ കോഴിയുടെ പുറകെ മറ്റു കോഴി ഓടുന്നത് പോലെ. നാട്ടുകാർ കാണുകയാണ്, നാട്ടുകാർക്ക് തമാശയാണ്. അതേ ഭാര്യയായിട്ട് ഭർത്താവ് തല്ലു പിടിക്കുന്നു, അതേ അവളെ തല്ല പിടിക്കുന്നു, എടാ വേണ്ട എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ അവൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ തന്നെ പകൽ വന്ന് മക്കളെ മുന്നിൽ വെച്ചിട്ടായാലും ഉള്ള തുണി കഴുകി. അത്രയും വയലൻ്റാണ്. ഇത് ഒരുപാട് കേസുകൾ ഇതല്ലാതെ എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കേസ്. അതുകൊണ്ട് ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഒരു ദിവസം ഇവൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ 2 കുഞ്ഞുങ്ങളെടുത്തിട്ട് വീട്ടുമുറ്റത്തെ കിണറ്റിൻ്റെ മീതെ ഇതിങ്ങനെ പിടിച്ചു. നീ സമ്മതിച്ചാൽ മാത്രമാണ് ഞാൻ ഇതിനെ വിട്ടുവരുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ കയറ്റിയെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് അവൾ സമ്മതിച്ച് മുറി അടച്ചിട്ട് പകൽ ഇവളെ റേപ്പ് ചെയ്യുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഉപ്പയും ഉമ്മയും വന്നിട്ട് ഒരു ദിവസം ഇവളുടെ ഒരു ആങ്ങള, ഒരു ഷെറീഫ് മറ്റാണ്,
ഷെറീഫിന് ഈ ബുച്ചറാണ്, ഈ കശാപ്പുകാരനാണ്. അവനൊരു കോള് വന്നു, ഫോൺ കോള്. എടാ ഷെറീഫ്, നീ ഇങ്ങോട്ട് ഓടി വാ, നിൻ്റെ ഉപ്പേനും ഉമ്മേനെയും അവനെ പിടിച്ചത് ആ കിണറ്റിൻ്റെ മീതെ നിർത്തിയിട്ടുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെറീഫാണെങ്കിൽ വളരെ സമാധാനപ്രിയനാണ്, ഒരു ചെറിയ ശരീരമുള്ള ഒരുത്തനാണ്. അവനെന്തായാലും ആ വെട്ടുകത്തിയും കൂടി സ്കൂട്ടറിൻ്റെ ബോക്സിലിട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഇവരോട് ചോദിച്ചു എന്താണ് എങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ മെക്കെട്ട് കയറി തല്ലുകൂടി ഷെറീഫിനെ തള്ളി താഴെ ഇട്ടു, അവനെ ചവിട്ടി കൂട്ടി. അങ്ങനെ ഷെറീഫ് ഇങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് പോരുന്ന പോലെ വന്നിട്ട് നേരെ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഇവനെ വെട്ടി. അപ്പോൾ ഈ കാല് ഇവിടെ തൊട്ട് അങ്ങോട്ട് താഴേക്കാണ് മുഴുവൻ വെട്ട്, തുടക്കം ഇങ്ങനെ പിളർന്ന് കിടക്കുകയാണ്. ഇത്രയും അയൽവാസികൾ ചുറ്റൊക്കെ നോക്കിയിട്ടുണ്ട്. രാത്രി അപ്പോഴേക്കും ഒരു 8 മണിക്ക് ആയിട്ടുണ്ട്. എല്ലാവരും അവിടെ നോക്കുന്നുണ്ട്, ഒരാളും ഇടപെട്ടില്ല. അപ്പോൾ അവനവിടെ രക്തം പോയി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് ഞാനടക്കം അവിടെ സ്ഥലത്ത് വന്നിട്ടാണ് ആശുപത്രി കൊണ്ടുവരുന്നത്. അപ്പോഴേക്കും ആൾ മരിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൻ്റെ മഹസർ എഴുതാനൊക്കെ ആയിട്ട് ഞാൻ ഈ സ്ഥലത്ത് വരികയാണ്. അപ്പോൾ ഉപ്പ എന്നോട് വന്നിട്ട് പറയാം, സാർ ഒരു കാര്യം കൂടി സാറ് കാണണം, സാറ് വീട്ടിനകത്തേക്ക് വാ. എന്നിട്ട് ഈ ചുമരിൽ നിറയെ ചോന്ന ഇതുകൾ ഉണ്ട്, തുള്ളികൾ ഇങ്ങനെ ഉണ്ട്. ഇതെന്താ സാറിന് മനസ്സിലായോ? എൻ്റെ മകളെ ചുമരിനോട് ചേർത്ത് നിർത്തിയിട്ട് തലയമി ഇടിച്ചിട്ട് തലയൊട്ടി മുകളിൽ നിന്ന് ചോര വന്നിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയും. എത്ര ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ. ഇത് എന്തിനു വേണ്ടി സാർ ഇതൊക്കെ ചെയ്യണമെന്നറിയോ? അവന് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് ഒരു ഹൈ വേർഷനാണ്. ഇത് ഇത്രയൊന്നും എല്ലാ കുടുംബങ്ങളും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ മദ്യപിച്ച് വരുന്ന, പ്രത്യേകിച്ച് ഈ 30s 40s ഉള്ള ഇതിലുള്ള ആളുകൾക്ക് ഇടയിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിൽ. അപ്പോൾ ഇത് ഇത്രയും പറയണമെന്ന് വെച്ചാൽ ഇത് തിരിച്ചറിയണം കുടുംബക്കാർ. ഇത് സൈക്കോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോകണം. ഇവനെ സൈക്കോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോയി ഇതാണെന്ന് ഇവനെ ബോധ്യപ്പെടുത്തണം. അല്ലാണ്ട് വെറുതെ സാരോപദേശം നടത്തിയിട്ട് കാര്യമില്ല. ഇതാണ് അതിൻ്റെ കൗൺസിലിംഗ് ആണ് ഇതിൻ്റെ ഒരു പരിഹാരം. അത് തിരിച്ചറിഞ്ഞ് കൗൺസിലിംഗ് ചെയ്യണം. സാർ, അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷ വേണ്ടത് ഇരയ്ക്കൊപ്പമാണ്. പക്ഷേ ഒരിക്കലെങ്കിലും ഇരയ്ക്കൊപ്പമല്ല, അതായത് നമ്മുടെ ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു മനസാക്ഷി ഇരയ്ക്കൊപ്പമല്ല പ്രതിക്കൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസരം ഒരു കേസിലെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ, ഇന്ത്യൻ ന്യായവ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന തത്വമാണ്. അത് ആംഗ്ലോ സാക്സൺ ലോ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുക. ഇംഗ്ലീഷ് ലോ തന്നെയാണ്. അതാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. അതാണ് നമ്മൾ കേൾക്കുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി. അത് നമ്മൾ ഭരണഘടനയിലൊന്നും പറയണതല്ല. ഇത് നമ്മുടെ നീതിശാസ്ത്രത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ്, ഇംഗ്ലീഷ് ലോയുടെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അത് പ്രകാരം ഒരു പ്രതിയാണെന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം ബിയോണ്ട് ഓൾ ഷാഡോസ് ഓഫ് സസ്പീഷൻ, സംശയാതീതമായിട്ട് അയാളാണ് ചെയ്തതെന്ന് നമുക്ക് പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ്. പ്രോസിക്യൂഷനെ തെളിയിക്കാൻ പറ്റണം. 99% ഒരാൾ പ്രതിയാന്ന് പറഞ്ഞാൽ പോലും വേണമെങ്കിൽ കോടതിക്ക് വെറുതെ വിടാം, 1% അപ്പോൾ ബെനഫിറ്റ് ഓഫ് ഡൗട്ട്, അതാണ് അടുത്ത വാക്ക്, സംശയത്തിൻ്റെ ആനുകൂല്യം, അത് കിട്ടുക പ്രതിക്കാണ്. അതാണ് ഈ ശിക്ഷാനിരക്ക് കുറയുന്നതിൻ്റെ ഒരു കാരണം. അതാണ് പ്രോസിക്യൂഷന് വലിയ പാടാണ് ഒരു കേസിലൊക്കെ ശിക്ഷിക്കാനായിട്ട്. ഇപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞില്ല, മാപ്പുസാക്ഷിയാക്കിയ കേസിലായാലും ഇവൻ്റെ ഈ കേസിലായാലും ഇതിൽ പിന്നെ എല്ലാ സാക്ഷികളും കൂറുമാറി. ഈ സംശയരോഗം ഉണ്ടായ അവൻ്റെ കേസിൽ കോടതിയിലെല്ലാവരും, അത് പിന്നെ ആർക്കും വിഷമമില്ല, കാരണം അവൻ അർഹിക്കുന്നുള്ള രീതിയിൽ.